നമസ്കാരം. ഭരണഘടനയെയും വഖഫ് ആക്ടിനെയും ഒക്കെ കുറിച്ചുള്ള 4ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ഭരണഘടന, വഖഫ് ആക്ട് എന്നിവയെക്കുറിച്ചിട്ടും വഖഫ് ആക്ടിലെ 108A കുറിച്ചിട്ടും അത് എങ്ങനെയാണ് ഭരണഘടനയെ ഓവർ റൂൾ ചെയ്യുന്നതെന്നും ഡിസ്കസ് ചെയ്യുകയുണ്ടായി. ഇന്ന് നമ്മൾ 1995 വഖഫ് ആക്ടിൻ്റെ സെക്ഷൻ 40 കുറിച്ചും അത് എങ്ങനെയാണ് ഭരണഘടനാ വിരുദ്ധം ആകുന്നതും എന്നുമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും എളുപ്പമുള്ള ഒരു ജോലി എന്ന് പറയുന്നത് വഖഫ് ബോർഡിന് ഒരാളുടെ വസ്തു ഏറ്റെടുക്കുന്നതാണ്. അതായത് ഒരു ദിവസം രാത്രി വഖഫ് ബോർഡിൻ്റെ CEO ഒരു സ്വപ്നം കാണുന്നു, ഇന്ന വസ്തു വഖഫാണ്. അദ്ദേഹം അത് വഖഫ് ബോർഡുമായിട്ട് വിളിച്ചു കൂട്ടി ചർച്ച നടത്തുന്നു, തീരുമാനിക്കുന്നു, രജിസ്റ്ററിൽ എൻ്റർ ചെയ്യും. അതിനുശേഷം റവന്യൂ അധികാരികൾക്ക് നോട്ടീസ് അയക്കും, ഇന്ന വസ്തു ഞങ്ങൾ വഖഫ് പ്രോപ്പർട്ടിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വഖഫ് ആക്ടിൻ്റെ സെക്ഷൻ 40 പ്രകാരം ആണ് ആ തീരുമാനം എടുത്തിരിക്കുന്നത്. അതിനാൽ തന്നെ ആ വസ്തുവിനെ സംബന്ധിച്ച് മറ്റാർക്കും യാതൊരുവിധ അവകാശങ്ങളും ഉണ്ടായിരിക്കുന്നതല്ല. ഇനി മേലാൽ ആ വസ്തുവിനെ സംബന്ധിച്ച് യാതൊരുവിധ മ്യൂട്ടേഷൻ നടപടികളും സ്വീകരിക്കാൻ പാടില്ല. പക്ഷേ ഇതിൻ്റെ ഇരയായ മനുഷ്യൻ ഇതൊന്നും അറിയുന്നില്ല. ഇവിടെ എങ്ങനെയാണ് ഭരണഘടനാ ലംഘനം നടന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ എടുത്തിരിക്കുന്നത് മനുഷ്യാവകാശ നിയമങ്ങളിൽ നിന്നും അതിനെയൊക്കെ ആധാരപ്പെടുത്തിയും ആണ്. യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ആർട്ടിക്കിൾ 10 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തിയെ സംബന്ധിക്കുന്ന വിഷയത്തിൽ അയാൾക്ക് പറയാനുള്ളത് കേൾക്കാതെ ഒരു തീരുമാനം എടുക്കുന്നത് മനുഷ്യാവകാശ വിരുദ്ധമാണ്. കൂടാതെ രണ്ടാമതൊന്നുകൂടി പറയുന്നു, വൺ ഷുഡ് നോട്ട് സിറ്റ് ഇൻ ഹിസ് ഓൺ ജഡ്ജ്മെൻറ്റ്. അതായത് ഞാനും മറ്റൊരാളും തമ്മിൽ ഒരു തർക്കം ഉണ്ടെങ്കിൽ അതിൻ്റെ ജഡ്ജ്മെൻറ്റ് ഞാനായി പറയരുത്. ഒരു തേർഡ് പാർട്ടി ആയിരിക്കണം അതിൽ വിധി പ്രസ്താവിക്കേണ്ടത്. രണ്ട് പക്ഷത്തെയും കേട്ടതിന് ശേഷം ഒരു വിധി ഒരു മൂന്നാം കക്ഷി പറയുക. അല്ലാതെ ഈ തർക്കത്തിലുള്ള കക്ഷികളിൽ ഒരാൾ ഏകപക്ഷീയമായി ഒരു തീരുമാനം എടുക്കാൻ പാടില്ല. ഇതും യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഭാഗമാണ്. ഈ രണ്ട് അടിസ്ഥാന തത്വങ്ങളാണ് വഖഫ് ബോർഡിൻ്റെ ഈ നടപടിയിലൂടെ ഉണ്ടായിരിക്കുന്നത്. നിങ്ങളുടെ വസ്തു ഏറ്റെടുത്തു കഴിഞ്ഞു, നിങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കുന്നില്ല. നിങ്ങളും വഖഫ് ബോർഡുമായിട്ടുള്ള തർക്കത്തിൽ വഖഫ് ബോർഡ് തന്നെ വിധി പ്രസ്താവിച്ചു. ഈ ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആ വിധി അന്തിമമാണ് എന്നുവരെ വഖഫ് ട്രിബ്യൂണൽ എന്ന് പറയുന്ന ഒരു സംവിധാനം വഖഫ് ബോർഡിൻ്റെ വിധി തിരിച്ചു പറയുന്നത് വരെ അത് വഖഫായിരിക്കും. അപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള ഏക മാർഗം എന്ന് പറയുന്നത് വഖഫ് ട്രിബ്യൂണലിനെ സമീപിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും ഒരു വക്കീലിനെ സമീപിച്ച് ചോദിക്കും, സാർ ഇങ്ങനെയൊക്കെയാണ് പ്രശ്നം, ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ അദ്ദേഹം പറയും, നിങ്ങൾ വഖഫ് ട്രിബ്യൂണലിൽ മാത്രമേ നിങ്ങൾക്ക് സമീപിക്കാൻ സാധിക്കൂ. ഈ വഖഫ് ട്രിബ്യൂണലിൽ 3 പേരാണുള്ളത്.
അതിലൊരാൾ ഒരു മുസ്ലിം മത പണ്ഡിതനും ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിബ്യൂണലിന് മുൻപിൽ ഒരു പരാതി കൊടുക്കും. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ കൊണ്ടുപോകും? നിങ്ങളുടെ പ്രമാണം, വസ്തുവിൻ്റെ പ്രമാണം, അതിൻ്റെ മുന്നാധാരം, പട്ടയം, കരം തീരുവ, പിന്നെ എൻകംഫറൻസ് തുടങ്ങിയ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന റവന്യൂ രേഖകൾ. ശ്രദ്ധിക്കണം, റവന്യൂ രേഖകളാണ് നിങ്ങൾ സംഘടിപ്പിച്ചും കൊണ്ട് ട്രിബ്യൂണലിന് മുന്നിൽ പോയിട്ട് ഇത് നിങ്ങളുടെ വസ്തു ആണ് എന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഏവരും ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു പോയിന്റാണ് ഞാൻ പറയാൻ പോകുന്നത്. അവിടെ നിങ്ങൾ പോയിട്ട് വസ്തു നിങ്ങളുടേതാണെന്നല്ല തെളിയിക്കേണ്ടത്. മറിച്ച് ട്രിബ്യൂണൽ പറയും, വഖഫ് ബോർഡ് പറയുന്നു, നിങ്ങളിപ്പോൾ താമസിക്കുന്ന വസ്തു ഒരു 500 കൊല്ലം മുമ്പ് ഒരു മുസ്ലിം മതവിശ്വാസി അള്ളാവിന് വഖഫായി കൊടുത്തതാണ്. അതിനാൽ എ വഖഫ് ഈസ് ആൾവേസ് എ വഖഫ് എന്നുള്ള തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ആ വസ്തുവിൽ യാതൊരു അവകാശവും ഇല്ല. അതുകൊണ്ട് നിങ്ങൾ തെളിയിക്കേണ്ടത് ഈ റവന്യൂ രേഖകൾ കൊണ്ട് നിങ്ങൾ തെളിയിക്കേണ്ടത് നിങ്ങളുടെ പ്രോപ്പർട്ടി എന്നല്ല, മറിച്ച് 500 വർഷം മുമ്പ് ഇങ്ങനെ ഒരു വഖഫ് ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് തെളിയിക്കേണ്ടത്. എങ്ങനെയുണ്ട്? നിങ്ങളുടെ വസ്തുവാണെന്നല്ല തെളിയിക്കേണ്ടത്. 500 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന ഒരു വ്യക്തി ഒരു വഖഫ് ഉണ്ടാക്കിയില്ല എന്ന് നിങ്ങൾ തെളിയിക്കണം. അപ്പോൾ ജസ്റ്റ് തിങ്ക്, വിധി എന്തായിരിക്കും? അതായത് അവിടെ നടക്കുന്നത് മറ്റൊന്നുമല്ല, നമ്മളുടെ റവന്യൂ നിയമങ്ങളും ശരീഅത്ത് നിയമവും ആണ് അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. നിങ്ങൾ ഇന്ത്യൻ ഭരണഘടന കോട്ട് ചെയ്ത് പറയും, നിങ്ങളുടെ റവന്യൂ നിയമങ്ങൾ നിങ്ങൾ കോട്ട് ചെയ്യും. മറുപക്ഷത്ത് വഖഫ് ബോർഡ് പറയുന്നത് ശരീഅത്തിലാണ്. നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമായിരുന്നു ഈ നിമിഷം വരെ നമ്മുടെ സെക്യുലർ നിയമങ്ങൾക്ക് സമാന്തരമായി ഇവിടെ ഒരു ശരീഅത്തിലായും വർക്ക് ചെയ്യുന്നുണ്ടെന്ന്, അതും നമ്മുടെ ഭരണഘടനയ്ക്ക് വരെ മുകളിലായ ഒരു സംവിധാനം. ഒരു കാര്യം കൂടി ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ആക്ട് പ്രകാരം the decision of the tribunal is final and binding on all the parties. However, ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് 83(9) പ്രകാരം. അതായത് if you are not satisfied with the judgment of the tribunal, you can make an application, you can move an application to the Honorable High Court. അവിടെ ആപ്ലിക്കേഷൻ എന്നുള്ളൊരു വാക്ക് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ആർട്ടിക്കിൾ 226 അടിയിലുള്ള ഒരു റിട്ട് ജുറിസ്ഡിക്ഷനാണോ അതോ റിവിഷൻ ജുറിസ്ഡിക്ഷനാണോ എന്നൊന്നും അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. സാധാരണഗതിയിൽ ഒരു വിധി വരുമ്പോൾ ആസ് എ മാറ്റർ ഓഫ് റൈറ്റ് വി ക്യാൻ ഫയൽ ആൻ അപ്പീൽ. നമുക്കൊരു അവകാശത്തോടു കൂടിയും അധികാരത്തോടു കൂടിയും നമുക്കൊരു അപ്പീൽ ഫയൽ ചെയ്യാം. ഇവിടെ എന്താണ്? നിങ്ങൾക്കൊരു അപേക്ഷ കൊടുക്കാം ഹൈക്കോടതിയിലേക്ക്. അപ്പോൾ ഹൈക്കോടതിയിൽ ചെല്ലുമ്പോൾ എന്ത് പറ്റും? ഹൈക്കോടതിയിൽ ജഡ്ജസിന് നമ്മുടെ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ വിധികൾ പ്രഖ്യാപിക്കാൻ പറ്റൂ. അവർ സ്വന്തമായിട്ടൊരു വിധി പറയാൻ പറ്റത്തില്ല. അപ്പോഴാണ് 108A പിക്ചറിൽ വരുന്നത്. വഖഫ് ബോർഡ് പറയും, 108A പറയുന്നു മറ്റുള്ള എല്ലാ നിയമങ്ങളും ഇതിനടിയിലാണ്, അതുകൊണ്ട് ഇവരുടെ അപേക്ഷ തള്ളിക്കളയണം എന്ന് പറഞ്ഞാൽ കോടതിക്ക് ഒരുപക്ഷെ നിങ്ങളെ സഹായിക്കണം എന്ന് തോന്നിയാലും കോടതിയുടെ കരങ്ങളും കെട്ടപ്പെട്ടിരിക്കുകയാണ് വഖഫ് ആക്ടിലെ സെക്ഷൻ 108 പ്രകാരം. അപ്പോൾ എന്ത് തീവ്രമായ ഭരണഘടനാ വിരുദ്ധ, മാനുഷിക വിരുദ്ധ നിയമങ്ങളാണ് വഖഫ് ആക്ടിലെ മിക്കവാറും സെക്ഷനുകളിൽ ഇതുപോലെ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം. ഇത് നിങ്ങളുടെ മാത്രമല്ല, നമ്മുടെയൊക്കെ വരും തലമുറയുടെ ഈ രാജ്യത്തെ നിലനിൽപ്പിൻ്റെ ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് വെറുതെ ഇത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ലല്ലോ, നമ്മളെ വസ്തു ഒന്നും ഏറ്റെടുത്തില്ലല്ലോ, പക്ഷേ നാളെ നിങ്ങളുടെ വസ്തു ഏറ്റെടുക്കില്ല എന്ന് ആർക്കും പറയാൻ സാധ്യമല്ല. ഇനി മറ്റൊരു സെക്ഷനുമായിട്ട്
വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.